+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ട 3 ഫംഗ്ഷൻസാണ് റൗണ്ട്, റൗണ്ട് അപ്പ്, റൗണ്ട് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ റൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കാം. റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു ഡിജിറ്റ് ഡെസിമലുള്ളൊരു ഡിജിറ്റ് എന്നിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് 2 എക്സാമ്പിൾ നോക്കാം. ഇത് നമുക്ക് 2 ഡിജിറ്റ് റൗണ്ട് ചെയ്യണം, ഇത് നമുക്ക് 2 ഡിജിറ്റ് റൗണ്ട് ചെയ്യണം. ഈ നമ്പറാണ് നമ്മളിവിടെ റൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 2 3 4 പോയിൻറ്റ് 1 2 3 4 പോയിൻറ്റ് 5 6 7 8 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 6 റൗണ്ട് ചെയ്ത് നമ്മൾ 5 6 എന്നല്ല എഴുതുക, ആ 6 കഴിഞ്ഞിട്ടുള്ള നമ്പർ 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ 6ൻ്റെ കൂടെ നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് 5 7 എന്നായിരിക്കും ആൻസർ എഴുതുക. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന നമ്പർ നമുക്ക് 3 ഡിജിറ്റ് റൗണ്ട് ചെയ്യാം. 2 ഡിജിറ്റ് 3 ഡിജിറ്റ് റൗണ്ട് ചെയ്താലും എല്ലാം 5ൽ താഴെയുള്ള നമ്പർ ആയതുകൊണ്ട് നമുക്ക് ആൻസർ വ്യത്യാസമൊന്നും വരത്തില്ല, ഒരുപോലെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. 5 6 7 8 പോയിൻറ്റ് 3 ഡിജിറ്റാണ് റൗണ്ട് ചെയ്യാൻ പോകുന്നത്. 1 2 3 എന്ന് ചെയ്യുന്നു, 3 എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ 4 എന്ന് പറയുന്നത് 5നേക്കാൾ ചെറുതായതുകൊണ്ടാണ് നമ്മൾ പോയിൻറ്റ് 1 2 3 എന്ന് ആൻസർ എഴുതുക. ഇനി 2 ഡിജിറ്റ് റൗണ്ട് ചെയ്യാനാണെങ്കിൽ 5 6 7 8 പോയിൻറ്റ് 1 2 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ 3 എന്ന് പറയുന്ന നമ്പർ 5ൽ താഴെ ആയതുകൊണ്ട്. ഇനി 1 ഡിജിറ്റ് റൗണ്ട് ചെയ്യാനാണെങ്കിൽ 5 6 7 8 പോയിൻറ്റ് 1 എന്നായിരിക്കും കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ടുള്ള 2 എന്ന് പറയുന്ന നമ്പർ 5ൽ താഴെ ആയതുകൊണ്ട്. അപ്പോൾ 5ൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ എഴുതുന്ന ആൻസറിൽ വ്യത്യാസം വരുന്നത്. ഇവിടെ നമ്മൾ 2 ഡിജിറ്റ് റൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് പോയിൻറ്റ് 5 7 കിട്ടി. ഇനി നമ്മളിവിടെ 1 ഡിജിറ്റായിരുന്നു റൗണ്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 4 പോയിൻറ്റ് 5 എന്നല്ല ആയിരിക്കില്ല നമ്മൾ എഴുതുന്ന. 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ 6 5നേക്കാൾ കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ 5ൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എത്രയെന്ന് എഴുതുന്നു, 0.6 എന്നായിരിക്കും എഴുതുക. സാധാരണ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതേ റൂള് തന്നെയാണ് ഇവിടെ വരുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം നമ്മൾ ഈ റൗണ്ട് ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേക്ക് ഏത് ഫംഗ്ഷനാണേലും അതിൻ്റെ പ്രത്യേക സിൻറ്റാക്സ് കാണും. ആ സിൻറ്റാക്സ് ഉപയോഗിച്ചായിരിക്കും നമ്മളത് എഴുതുന്നത്. ആ റൗണ്ട് ഫംഗ്ഷൻ്റെ അല്ല ഏത് ഫംഗ്ഷൻ്റെ ആണെങ്കിലും എപ്പോഴും ആദ്യം ഈക്വൽ ടു സൈൻ വെച്ച് തുടങ്ങണം. ഞാനിവിടെ തന്നിരിക്കുന്ന ഇത്രയും ഫംഗ്ഷന് ഈക്വൽ ടു സൈൻ തരാതെ വെറുതെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടു സൈൻ ഇട്ടാൽ ജസ്റ്റ് ആൻസറിലേക്കേ പോകത്തുള്ളൂ. അതുകൊണ്ട് വെറുതെ റൗണ്ട് ഫംഗ്ഷൻ എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ഈക്വൽ ടു സൈൻ കമ്പൽസറി ആയിട്ടിടണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തുള്ളൂ. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ തിയറി പരീക്ഷയ്ക്കാണെങ്കിൽ ഈക്വൽ ടു സൈൻ ഇട്ട് ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ റൗണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമുക്ക് 1 ഡിജിറ്റ് റൗണ്ട് ചെയ്യണം, 2 ഡിജിറ്റ് റൗണ്ട് ചെയ്യണം, 3 ഡിജിറ്റ് റൗണ്ട് ചെയ്യണം. ഇവിടെ അത് തന്നെയാണ് 1 ഡിജിറ്റ്. അതായത് 1 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള 1 ഡിജിറ്റ് 2 ഡിജിറ്റ് 3 ഡിജിറ്റ്. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള 1 ഡിജിറ്റ് 2 ഡിജിറ്റ് 3 ഡിജിറ്റ്. ഇങ്ങനെ 2 സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ എല്ലാം 5ഓ അതിൽ കൂടുതലോ ആണ്. ഇവിടെ തന്നിരിക്കുന്ന പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്ന 5ൽ താഴെയുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ 2 തരത്തിൽ ആൻസർ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ 2 സെറ്റ് ഓഫ് നമ്പേഴ്സായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഫംഗ്ഷൻ ഈക്വൽ ടു റൗണ്ട് 1 2 3 4 5 6 7 8 1 എന്നിടുമ്പോഴത്തേക്ക് എളുപ്പമാണ്. പോയിൻ്റ് കഴിഞ്ഞ് ആദ്യത്തെ നമ്പർ 5 അത് മാത്രം റൗണ്ട് ചെയ്താൽ മതി. 5ൻ്റെ തൊട്ടടുത്ത നമ്പർ 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ 5ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ 1 2 3 4 പോയിൻറ്റ് 6 എന്ന് കിട്ടും. 2 ഡിജിറ്റ് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 0.56 വരും 0.57 ആണ് നമ്മൾ എഴുതുന്നത്. എന്തുകൊണ്ടാണ് 57 എഴുതുന്നത്? 6 കഴിഞ്ഞിട്ടുള്ള ഈ 7 എന്ന് പറയുന്ന നമ്പർ ഏതിൽ കൂടുതലാണ്? 5ലോ അതിൽ കൂടുതലോ ആണ്. ഈക്വൽ ടു റൗണ്ട് 1 2 3 4 5 6 7 8 2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ A4 എന്ന സെല്ലിലാണ് ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ അത് A5ൽ പോകും. പക്ഷേ നിങ്ങൾ A4ലെ ആൻസർ തന്നെ നോക്കുക. എന്തെന്ന് കിട്ടും? 1 2 3 4.57 എന്ന് കിട്ടും. ഇനി 3 ഡിജിറ്റ് റൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഞാൻ ഒരു ഈക്വൽ ടു സൈൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ അതേ സെയിം ആൻസർ തന്നെ വരും. 1 2 3 4.568 എന്ന് വരും.
കാരണം 5, 6, 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 5ൽ കൂടുതലായതുകൊണ്ട് ആ ലാസ്റ്റ് നമ്പർ 7ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് വരുന്നു. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഈക്വൽ ടു സൈൻ കൊടുക്കുകയാണ്, എൻ്റർ അടിക്കുന്നു. ഇവിടുത്തെ സെയിം ആൻസർ തന്നെ ഇവിടെ കിട്ടി. ആ ഫംഗ്ഷൻ അതുപോലെ കിടക്കാൻ വേണ്ടി ഞാൻ ഈക്വൽ ടു സൈൻ അങ്ങ് മാറ്റി എൻ്റർ അടിച്ചു. ഇനി ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിലെ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ 5ഓ അതിൽ കൂടുതലോ ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും 5ൽ കുറഞ്ഞ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അതായത് റൗണ്ട് 5, 6, 7, 8 പോയിൻ്റാണ്. റൗണ്ട് 5, 6, 7, 8 പോയിൻ്റ് 1, 2, 3, 4. അടുത്ത റൗണ്ട് 5, 6, 7, 8 പോയിൻ്റ് 1, 2, 3, 4, 2. റൗണ്ട് 5, 6, 7, 8 പോയിൻ്റ് 1, 2, 3, 4, 3. അതായത് ആദ്യത്തതിൽ ഒരു നമ്പർ റൗണ്ട് ചെയ്യണം, രണ്ടാമത്തതിൽ 2 നമ്പർ റൗണ്ട് ചെയ്യണം, മൂന്നാമത്തതിൽ 3 നമ്പർ റൗണ്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തതിൽ ഒരു നമ്പർ റൗണ്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ കഴിഞ്ഞുള്ള നമ്പർ 5ൽ താഴെയാണ്. ഇവിടെ 2 റൗണ്ട് ചെയ്യുമ്പോൾ 2 കഴിഞ്ഞുള്ള നമ്പർ 5നേക്കാൾ ചെറുതാണ്. ഇവിടെ 3 റൗണ്ട് ചെയ്യുമ്പോൾ 3 കഴിഞ്ഞുള്ള നമ്പർ 5നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ എത്രയാണ് റൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ എഴുതിയാൽ മതി. കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടും? 5, 6, 7, 8 പോയിൻ്റ് 1, 2, 3, 4, 1 എന്ന് ചെയ്യുമ്പോഴത്തേക്ക് C3യിലാണ് ആൻസർ നോക്കാനുള്ള. C3 എന്ന സെല്ലാണ് സെലക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ആൻസർ എത്ര കിട്ടുന്നു? 5, 6, 7, 8 പോയിൻ്റ് 1 എന്ന് കിട്ടുന്നു. ഇവിടെ 2 കൊടുക്കുമ്പോഴത്തേക്ക് 5, 6, 7, 8 പോയിൻ്റ് 1, 2 കിട്ടുന്നു. ഇവിടെ 3 കൊടുക്കുമ്പോൾ 5, 6, 7, 8 പോയിൻ്റ് 1, 2, 3 എന്ന് കിട്ടുന്നു. ഫൈവ് 6, 7, 8 പോയിൻ്റ് 1, 2, 3, 4, 3 കൊടുത്തപ്പോഴത്തേക്ക് ആദ്യത്തെ 3 ഡിജിറ്റ് റൗണ്ട് ചെയ്ത് വന്നു. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ 0യാണ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള ഒരു നമ്പറും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡെസിമലിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ വരെ റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഡെസിമലിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറാണെങ്കിൽ നമ്മൾ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ 2ൽ 2 തരത്തിലായിരിക്കും വരുന്നത്. നിങ്ങളിവിടെ ഡെസിമലേ വേണ്ട എന്ന് വിചാരിക്കുക. ഇതിൽ ഡെസിമലേ വേണ്ട, റൗണ്ട് ചെയ്താൽ നിങ്ങൾ എത്ര എഴുതും? 1, 2, 3, 5 എന്നായിരിക്കത്തില്ല എഴുതുക. എന്തുകൊണ്ടാണ് 4 എഴുതാത്തത്? 4 കഴിഞ്ഞ് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അതായത് 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ 4ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് എഴുതുന്നു. എന്നാൽ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5, 6, 7, 8 എന്ന് തന്നെ കിട്ടും. എന്തുകൊണ്ടാണ്? പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്പർ 5നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ പോയിൻറ്റിന് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ എഴുതുന്നു. അതേ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതും. 1, 2, 3, 5 എന്നും 5, 6, 7, 8 എന്നും. ഈസിക്കൽ ടു റൗണ്ട് 1, 2, 3, 4 പോയിൻ്റ് 5, 6, 7, 8, 0. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് 7ൽ പോവും. പക്ഷേ A6ലെ ആൻസറാണ് നിങ്ങൾ നോക്കാനുള്ളത്. ഇവിടെ ഈസിക്കൽ ടു റൗണ്ട് 5, 6, 7, 8 പോയിൻ്റ് 1, 2, 3, 4, 0 എഴുതുമ്പോഴത്തേക്ക് പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പർ 5നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ 5, 6, 7, 8 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. C6ലാണ് നോക്കാനുള്ളത്. C7ലേക്ക് പോകും എൻ്റർ അടിക്കുമ്പോൾ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ല? 5ൽ കൂടുതലാണെങ്കിൽ 5ൽ കുറവാണെങ്കിൽ. ഇനി നമുക്ക് -1, -2, -3 ആണ് വരുന്നതെങ്കിൽ, അതായത് നമുക്ക് റൗണ്ട് ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് പോയിൻറ്റിന് മുമ്പേ ഉള്ള നമ്പറാണ് റൗണ്ട് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ -1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് 10th വൺസിൻ്റെ പ്ലേസിൽ നമ്മൾ 0 ഇടണം. -2 എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ 0 ഇടണം. -3 എന്ന് പറയുമ്പോൾ അവസാനത്തെ 3 ഡിജിറ്റ് നമ്മൾ 0 ഇടണമെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെ 0 ഇടുമ്പോഴും നേരത്തെ പറഞ്ഞ അത് 5ൽ കൂടുതലാണോ അല്ലയോ എന്നുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ ഏത് നമ്പറാണോ 0 ആക്കുന്നത് ആ നമ്പർ, ഇവിടെ ഇപ്പോൾ 4 ആണ് 0, -1 എന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് മുമ്പുള്ള ആദ്യത്തെ നമ്പർ 0 ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പോയിൻറ്റിന് മുമ്പ് ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 1, 2, 3 കഴിഞ്ഞാൽ നമ്മളവിടെ 0 ഇട്ടു. അടുത്ത -2 എന്ന് പറയുമ്പോൾ പിന്നീട് വരുന്ന, അതായത് പോയിൻറ്റിന് മുമ്പുള്ള 2 നമ്പർ 0 ആക്കി കൊടുക്കണം. 1, 2, 0, 0 ഇട്ടു. -3 എന്ന് പറയുമ്പോഴത്തേക്ക്
പോയിൻറ്റിന് മുമ്പുള്ള 3 നമ്പർ 0 ഇടണം. ഇനി നമ്മളിവിടെ ഏതാണോ 0 ആക്കുന്നത്, ഒരു നമ്പർ 0 ഇടുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാനുള്ളത് ആ 0 ഇട്ട നമ്പർ 5ഓ അതിൽ കൂടുതലോ ആണ് എങ്കിൽ നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എഴുതണം. 5നേക്കാൾ കുറവാണെങ്കിൽ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇതിപ്പം 0 ഇട്ട നമ്പർ 4 എന്ന് പറയുന്നത് 5നേക്കാൾ കുറവായതുകൊണ്ട് നമ്മളവിടെ 0 ഇട്ട് ബാക്കിയുള്ള നമ്പർ അതുപോലെ എഴുതി. ഇനി അത് 5ൽ കൂടുതലായിരുന്നുവെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത്? ഈക്വൽ ടു സൈൻ ഇടണം. ഞാനിവിടെ ഈക്വൽ ടു ഇടുന്നില്ല തൽക്കാലം. റൗണ്ട് 5, 6, 7, 8 .1234, -1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിന് ഞാനൊരു ഈക്വൽ ടു സൈനും കൂടെ ഇട്ട് കൊടുത്താൽ 5680 എന്ന ആൻസർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അവിടെ എന്തുകൊണ്ട് 80 വന്നെന്ന് പറഞ്ഞുതരാം. നമ്മൾ -1 വന്നാൽ ഈ ഒരു നമ്പർ പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള ഒരു നമ്പർ 0 ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അത് 0 ആക്കി കൊടുത്തു. ആ 0 ആക്കി കൊടുത്ത നമ്പർ 5ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്ത് എഴുതും. അതാണ് 5680 എന്ന് ആൻസർ വരാൻ കാര്യം. ഇവിടെ ജസ്റ്റ് ഒരു ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുത്താൽ ഈ ആൻസർ ആയിരിക്കും കിട്ടുന്നത് 5680. ഞാൻ ഈക്വൽ ടു സൈൻ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ 5678.1234, -1 എന്ന് പറഞ്ഞാൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് പോയിൻറ്റിന് തൊട്ട് മുമ്പുള്ള നമ്പേഴ്സ് വരെ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ -1 ആണ് വരുന്നതെങ്കിൽ ഒരു 0 ഇടും, -2 ആണ് വരുന്നതെങ്കിൽ 2 0 ഇടും, -3 ആണ് വരുന്നതെങ്കിൽ 3 0 ഇടും. ഇനി ഒരു 0 ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡിജിറ്റേ നോക്കുന്നുള്ളൂ. 5ഓ അതിൽ കൂടുതലോ ആണോ, 5ൽ താഴെയാണോ. 5ൽ താഴെയുള്ളതാണ് നമ്മൾ ഇവിടെ ആദ്യമേ ചെയ്തത്. ഇത് 5ൽ കൂടുതലുള്ളതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി 2 0 ഇടുമ്പോൾ നമ്മൾ നോക്കാനുള്ളത് 50 50ൽ കൂടുതലാണോ 50ൽ കുറവാണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കിതെടുക്കാം. ഇത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഈസിക്കൽ ടു റൗണ്ട് ബ്രാക്കറ്റ് എഴുതുക 5678 .1234, -2. അപ്പം നമ്മൾ 50ൽ കൂടുതലാണോ അല്ലയോ എന്നാണ് ഇവിടെ നോക്കാനുള്ളത്. 50ൽ കൂടുതൽ -2 എന്ന് പറഞ്ഞാൽ 2 നമ്പർ 0 ഇടുമ്പോഴത്തേക്കാണ് നമ്മൾ 50 50 എടുക്കുന്നത്. ഒറ്റ നമ്പറാണെങ്കിൽ 5 എടുക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന 50ൽ കൂടുതലായതുകൊണ്ട് ഈ 56 ഈ തന്നിരിക്കുന്ന 6ൻ്റെ കൂടെ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്ത് എഴുതുന്നു. അവസാനം 2 0 ആക്കുന്നു. 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ അവിടെ 5700 എന്ന് നമുക്ക് കിട്ടി. ഇത് എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 5700 കിട്ടും. ഞാൻ ഇതിൽ ഈക്വൽ ടു സൈൻ അങ്ങ് മാറ്റുകയാണ്. ഇനി അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒരു ഈക്വൽ ടു സൈൻ കൊടുക്കാം. ഈക്വൽ ടു റൗണ്ട് 1234.5678, -2 എന്ന് പറഞ്ഞാൽ പോയിൻ്റ് കഴിഞ്ഞുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പോയിൻറ്റിന് മുമ്പുള്ള 2 നമ്പർ 0 ആക്കി കൊടുക്കണം. നമ്മൾ 2 നമ്പർ 0 ആക്കി കൊടുക്കുന്നു. 1 2 കഴിഞ്ഞിട്ട് 2 0 ഇടുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് നോക്കാനുള്ളത്? നമ്മൾ 0 ആക്കിയ ആ 2 നമ്പർ 50യോ അതിൽ കൂടുതലോ ആണോ നോക്കുന്നത്. അപ്പോൾ അത് 50ൽ കൂടുതലല്ല, 50ൽ കുറവാണ്. 34 ആണെങ്കിൽ ഇവിടെ ഒരു മാറ്റവും വരുത്തണ്ട. ആദ്യത്തെ 2 നമ്പർ 1 2 എന്ന് തന്നെ എഴുതുന്നു. എന്നാൽ ഇവിടെ 1 2 3 4 എന്നതിന് പകരം ഇവിടെ 1 2 7 4 ആയിരുന്നു എന്ന് വിചാരിക്കുക. 1 2 7 4 ആയിരുന്നെങ്കിൽ നമുക്ക് ആൻസർ എങ്ങനെ, ഇവിടെ 1 2 7 4 ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ആൻസർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 1 2 3 4 ആയപ്പോൾ 1 2 0 0 കിട്ടി. 1 2 7 4 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ 0 0 ആക്കിയ നമ്പർ എന്ന് പറയുന്ന 50ൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ 2ൻ്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്ത് എഴുതുന്നു. അതായത് 12ന് പകരം ഇവിടെ 13 വരും. ഇവിടെ 2 0 ആക്കുന്നു. 1300 ആയിരിക്കും നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. ഞാൻ 1 2 3 4 തന്നെ ആക്കുകയാണ്. ഈക്വൽ ടു സൈനും അങ്ങ് മാറ്റുകയാണ്. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് B9ലേക്ക് പോവും. B8ലെയാണ് നമ്മൾ നോക്കാനുള്ളത്.
ഇനി -3 ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യമേ 5ൽ കൂടുതലുള്ള നമ്പറിൽ നോക്കാം. അപ്പോൾ ഇവിടെ ഈസിക്കൽ ടു റൗണ്ട് 5678.1234 -3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ്, അതായത് ഡെസിമലിന് മുമ്പുള്ള 3 ഡിജിറ്റ് 0 ആക്കി കൊടുക്കണമെന്നാണ് -3 എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പം നമ്മൾ 5ഉം 3 0യും ആണ് അങ്ങനെ വരുമ്പോൾ കൊടുക്കാനുള്ളത്. പക്ഷേ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനുള്ള 3 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിജിറ്റ് വന്നപ്പോൾ 5 എടുത്തു, 2 ഡിജിറ്റ് വന്നപ്പോൾ 50 എടുത്തു. അപ്പോൾ 3 ഡിജിറ്റ് വരുമ്പോൾ നമ്മൾ 500 എടുക്കണം. അപ്പോൾ 500ന് മുകളിലാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ഈ 5ൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് എഴുതും നമ്മൾ. അങ്ങനെയാണ് ഇവിടെ 6000 നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല കാണുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഈക്വൽ ടു സൈൻ അങ്ങ് മാറ്റുവാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഈക്വൽ ടു സൈൻ ഇല്ലാതെ ഒരിക്കലും എഴുതരുത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. -1 എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിജിറ്റ്, 5ഓ അതിൽ കൂടുതലോ ആണോ നോക്കുന്നു. -2 എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ്, 50യോ അതിൽ കൂടുതലോ ആണോ എന്ന് നോക്കുന്നു. -3 എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ്, 500ഓ അതിൽ കൂടുതലോ ആണോ എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പർ അതുപോലെ എഴുതണോ അതോ ഒന്ന് ആഡ് ചെയ്ത് എഴുതണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി അതേ കാര്യം തന്നെ 5ൽ താഴെയുള്ളൊരു നമ്പറിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ഈക്വൽ ടു സൈൻ കൊടുക്കുകയാണ്. ഈസിക്കൽ ടു റൗണ്ട് 1234.5678, -3. അപ്പം -3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പോയിൻറ്റിന് മുമ്പുള്ള 3 നമ്പർ 0 ആക്കി കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ 3 നമ്പർ 0 ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്ത എന്താണ് നോക്കാനുള്ളത്? 3 നമ്പർ വരുമ്പോഴത്തേക്ക് 500ഓ അതിൽ കൂടുതലോ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇത് 500 താഴെയാണ് വന്നിരിക്കുന്നത്, 234 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ 1 അതുപോലെ എഴുതിയിട്ട് 3 0 ഇടുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ഒരു 500ൽ കൂടുതലൊരു നമ്പർ എഴുതി നോക്കാം. ഇവിടെ ഒരു 834 ആണ് എഴുതിയിരുന്നതെങ്കിൽ 81834 ആണ് എഴുതിയിരുന്നെങ്കിൽ എങ്ങനെ വരുമായിരുന്നു? 1 കഴിഞ്ഞിട്ട് 3 0 ഇടണം. പക്ഷേ 500 കൂടുതലായതുകൊണ്ട് ഈ 1ൻ്റെ സ്ഥാനത്ത് 2 വരും. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടും? 2000 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിത് വീണ്ടും 1234 തന്നെ ആക്കുകയാണ്. ഈ ഈക്വൽ ടു സൈൻ അങ്ങ് മാറ്റുകയാണ്. റൗണ്ട് ഫങ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധാരണ ഇങ്ങനെ, അതായത് ഈക്വൽ ടു സൈൻ ഇതിൻ്റെ മുമ്പിൽ എല്ലാത്തിലും തരും. ഇങ്ങനെ തരുമ്പോൾ എന്ത് ആൻസറാണ് കിട്ടുക എന്ന് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. പ്രാക്ടിക്കലിന് നമുക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ റൗണ്ട് ചെയ്യാൻ വരാറുണ്ട്. പക്ഷേ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ളത് വരത്തില്ല. പക്ഷേ ഇങ്ങനെ തിയറി എക്സാമിന് ചോദിക്കുന്നത് കൊണ്ട് നമ്മളിത് പഠിച്ചു വെച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഇതൊന്നും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, അത്ര ബുദ്ധിമുട്ടുള്ളത് ഒരു ഏരിയ അല്ല.